ഗ്രാമപഞ്ചായത്തുകളിലെ ഇടത് തരംഗം കോൺഗ്രസിന് തിരിച്ചടിയായി. 4 നഗരസഭകളിൽ ഭരണം തുലാസിൽ. സംസ്ഥാനത്ത് അലയടിച്ച ഇടതു തരംഗത്തിൽ ജില്ല ചുവന്നു. യുഡിഎഫിന്റെ കുത്തക വാർഡുകളിൽ ഇടതിന്റെ പടയോട്ടം. കോർപ്പറേഷനിൽ എൽഡിഎഫ് മികച്ച നേട്ടം നേടിയെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ഭരണപക്ഷമായിരുന്ന യുഡിഎഫിന് നിലവിലുള്ളതിന്റെ പകുതി സീറ്റ് പോലും നേടാനായില്ല. ജില്ലയിൽ ബിജെപിക്ക് കുതിച്ചുചാട്ടം. അവണിശ്ശേരി പഞ്ചായത്ത് ബിജെപി ഭരിക്കും. കുത്തക സീറ്റുകളുമായുള്ള മുന്നണി ഭരണത്തിന് താക്കീതായി ജനവിധി. വാശിയേറിയ മത്സരം നടന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിന് മികച്ച വിജയം. 29 ഡിവിഷനുകളിൽ 20 നേടി എൽഡിഎഫ് ഭരണം പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം പുറത്തുവന്നപ്പോൾ കണക്ക് കൂട്ടലുകളിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ. ഗ്രാമപഞ്ചായത്തുകളിൽ ഇടത് തരംഗം. കോൺഗ്രസിന് തിരിച്ചടി. ബിജെപിക്ക് വൻ കുതിച്ചുചാട്ടം. കോർപ്പറേഷനിലും 4 നഗരസഭകളിലെയും ഭരണം തുലാസിൽ. അവണിശ്ശേരി പഞ്ചായത്ത് ബിജെപി ഭരിക്കും. 2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വൻ മാറ്റങ്ങൾക്കാണ് വഴി തുറന്നത്. തൃശൂർ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും നഗരസഭയിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി. കേവല ഭൂരിപക്ഷമായ 28 സീറ്റ് എൽഡിഎഫിന് നേടാനായില്ലെങ്കിലും 25 സീറ്റ് നേടി കോർപ്പറേഷനിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നാണക്കേടിൽ നിന്ന് വൻ തിരിച്ചുവരവാണ് എൽഡിഎഫ് നടത്തിയത്. 2 സീറ്റിൽ നിന്ന് 6 സീറ്റിലേക്ക് കുതിച്ച ബിജെപി കോർപ്പറേഷനിൽ തങ്ങളുടെ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 46 എന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് യുഡിഎഫ് 21 സീറ്റിലേക്ക് താഴ്ന്നു. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കോർപ്പറേഷനിലേക്ക് വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെയുള്ള 86 പഞ്ചായത്തിൽ 66 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം എൽഡിഎഫ് നേടി. 19 പഞ്ചായത്തുകളിൽ യുഡിഎഫും നേടിയപ്പോൾ ബിജെപി ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിന്റെ ഭരണം നേടി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ബിജെപി ചരിത്ര വിജയം നേടിയത്. പുതുതായി രൂപീകരിച്ച 7 നഗരസഭകളിൽ 5 നഗരസഭകൾ എൽഡിഎഫിനൊപ്പം നിന്നപ്പോൾ 2 നഗരസഭകൾ മാത്രമാണ് യുഡിഎഫിന് ലഭിച്ചത്. ആകെയുള്ള 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽഡിഎഫ് ആധിപത്യം നേടിയപ്പോൾ 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് യുഡിഎഫിന് വിജയിക്കാനായത്. ന്യൂസ് ഡെസ്ക് ടിസിവി. സംസ്ഥാനത്ത് അലയടിച്ച ഇടതു തരംഗത്തിൽ ജില്ല ചുവന്നു. യുഡിഎഫിന്റെ കുത്തക വാർഡുകളിൽ പോലും ഇടതിന്റെ പടയോട്ടം. തിരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലയിലെ 88 ഗ്രാമപഞ്ചായത്തുകളിൽ യുഡിഎഫ് 53 ഇടങ്ങൾ ഭരിക്കുമ്പോൾ ഇടതുഭരണം 35 ഇടങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ പുതിയ ഫലം വന്നപ്പോൾ യുഡിഎഫ് പാളയം ശ്മശാനമൂകമായി. യുഡിഎഫിന്റെ കുത്തക വാർഡുകളിൽ പോലും ഇടതുപക്ഷം ആഞ്ഞടിച്ചു. പലരുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചു. ഒരു വാർഡും കുത്തകയാക്കാനാവില്ല എന്ന മുന്നറിയിപ്പാണ് മുന്നണികൾക്ക് തിരഞ്ഞെടുപ്പ് നൽകുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ തൃശൂർ കോർപ്പറേഷനിൽ യുഡിഎഫിന്റെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും പാളിപ്പോയി. ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ചുവപ്പുകാറ്റിൽ ഉലഞ്ഞു. പഞ്ചായത്തുകളിൽ യുഡിഎഫിനെ 4-1 ചുരുക്കിയാണ് ഇടതുപക്ഷം മുന്നേറിയത്. വിജയം പ്രതീക്ഷിച്ചിരുന്നതായി സിപിഎം ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ യുഡിഎഫിന് നല്ല മേൽക്കൈ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ഭാഗമായി ജനങ്ങളിൽ നിന്ന് ഏറെ ഒറ്റപ്പെടുകയാണ് യുഡിഎഫ് ചെയ്തത്. ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷ നേടാനാണ് ചില സ്ഥലത്ത് ബിജെപിയുമായി ഒക്കെ ധാരണയുണ്ടാക്കാൻ, വർഗീയ സഖ്യമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അതിനെയെല്ലാം ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലയിലെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരഭരണ പ്രദേശത്തും ജില്ലാ പഞ്ചായത്തും ബഹുഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഡെസ്ക് ടിസിവി. തൃശൂർ കോർപ്പറേഷനിൽ എൽഡിഎഫിന് മികച്ച നേട്ടം. ഭരണപക്ഷമായിരുന്ന യുഡിഎഫിന് നിലവിലുള്ളതിന്റെ പകുതി സീറ്റ് പോലും നേടാനായില്ല. കോർപ്പറേഷൻ ഭരണം ആർക്ക് എന്ന കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ യുഡിഎഫ് 47, എൽഡിഎഫ് 6, ബിജെപി 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു യുഡിഎഫ് അന്ന് അധികാരത്തിലെത്തിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷമായ യുഡിഎഫിന് നിലവിലുള്ള സീറ്റുകളിൽ പകുതി പോലും നേടാനായില്ല. 2010 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന എൽഡിഎഫ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ നേടി. 2010 47 സീറ്റുണ്ടായിരുന്ന എൽഡിഎഫ് 21 സീറ്റുകളായി ചുരുങ്ങി. തൃശൂർ കോർപ്പറേഷനിൽ 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബിജെപി ഇത്തവണ 6 സീറ്റുകൾ നേടി മികച്ച മുന്നേറ്റം നടത്തി. 2 കോൺഗ്രസ് വിമതരും 1 ഇടത് സ്വതന്ത്രനും അടക്കം 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ വിജയിച്ചു. മുൻ മേയർ രാജൻ ജെ പല്ലൻ, മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, യുഡിഎഫിന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന CB ഗീത, ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി MS സമ്പൂർണ്ണ എന്നിവർ വിജയിച്ചപ്പോൾ എൽഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഡോക്ടർ ഷീല വിശ്വനാഥന്
കണ്ണംകുളങ്ങരയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സുകുമാരന്റെ പിന്തുണ അടക്കം 26 സീറ്റുകളുള്ള LDFന് കോർപ്പറേഷനിൽ നേരിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷമില്ല. 28 സീറ്റുകളാണ് വേണ്ടതെന്നിരിക്കെ 26 സീറ്റുകളുള്ള LDFന് 2 കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളുടെ പിന്തുണ കിട്ടിയാലും ഭരണത്തിലേറാനാകില്ല. അതേസമയം 6 സീറ്റുകളുള്ള BJP ഇവരിൽ ആർക്കൊപ്പം നിൽക്കും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നാൽ മാത്രമേ കോർപ്പറേഷൻ ഭരണം ആർക്കെന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതേസമയം BJP LDFനും UDFനുമൊപ്പം നിലകൊണ്ടില്ലെങ്കിൽ LDFന് ഭരണത്തിലേറാനാകും. അതുകൊണ്ട് തന്നെ തൃശൂർ കോർപ്പറേഷനിൽ തൂക്കുഭരണത്തിനാണ് സാധ്യത. തൃശൂർ കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാനാകാതെ പോയത് UDFൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണ് UDFന് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ. തൃശൂർ കോർപ്പറേഷനിൽ ഭരണവിരുദ്ധ വികാരം ഇത്തവണ ഉണ്ടായില്ലെന്ന കണക്കുകൂട്ടലും ജംഗ്ഷൻ വികസനത്തിന്റെ പേരിൽ മേയർ രാജൻ ജയപാലന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന നേട്ടങ്ങൾ ജനമനസ്സിലുണ്ടാക്കിയ വലിയ മതിപ്പുമായാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ UDF ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരുന്നു തൃശൂർ കോർപ്പറേഷൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ മുൻതൂക്കം സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകളും ഗ്രൂപ്പ് തർക്കവും മൂലം പതുക്കെ ഇല്ലാതാവുന്ന കാഴ്ചയായിരുന്നു പിന്നീട് പ്രകടമായത്. മന്ത്രി CNന്റെ മകളുടെ മേയർ സ്ഥാനാർത്ഥിത്വം, ഇരു മേയർമാർക്കും സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, വിമത സ്ഥാനാർത്ഥികളെ നിയന്ത്രിക്കാനാകാത്ത അവസ്ഥ, ഒടുവിൽ മേയർമാർ സീറ്റ് വെച്ചുമാറിയതുമടക്കമുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുകയായിരുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത താവളം തേടി PC ചാക്കോയും KP ധനപാലനും സീറ്റ് വെച്ചുമാറിയതിന് സമാനമായ ഒന്നായിരുന്നു മേയർമാരുടെ സീറ്റ് കൈമാറ്റം. സീറ്റ് കൈമാറ്റത്തിലൂടെ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം മേയറായിരുന്ന IP പോൾ നടത്തിയ പ്രസ്താവനയും രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കും. ഡെപ്യൂട്ടി മേയറായിരുന്ന PV സരോജിനിയുടെ പരാജയം തിരിച്ചടിയായപ്പോൾ CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയ്ക്ക് വിജയം കൈവരിക്കാനായത് UDFനെ ആശ്വാസം പകരുന്നുണ്ട്. പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും പുലർത്തിയ മികവാണ് LDFന് നേട്ടമായത്. പുതുമുഖങ്ങളായ അനൂപ് ഡേവിസ് കാട, ഗ്രീഷ്മ അജയ് ഘോഷ് എന്നിവർക്കൊപ്പം മുതിർന്ന കൌൺസിലർമാരായ ML റോസി, അഡ്വക്കേറ്റ് MP ശ്രീനിവാസൻ എന്നിവരുടെ വ്യക്തിഗത മികവും പഴയ പടക്കുതിരകളായ VK സുരേഷ് കുമാർ, P കൃഷ്ണൻകുട്ടി എന്നിവരുടെ പരിചയസമ്പന്നതയും CPM ഏരിയ സെക്രട്ടറിയായിരുന്ന വർഗീസ് കണ്ടംകുളത്തിയുടെ സ്വാധീനവുമെല്ലാം LDFന്റെ മുന്നേറ്റത്തിൽ നിർണായകമായി. കോർപ്പറേഷൻ തലത്തിൽ BJP നടത്തിയ ശക്തമായ മുന്നേറ്റവും എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥിയുടെ പരാജയം LDFന് ക്ഷീണമായി. കണ്ണംകുളങ്ങരയിൽ ഡോക്ടർ ഷീല വിശ്വനാഥിന്റെ പരാജയം പാർട്ടിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ പരാജയവും LDFന് ആഘാതമായി. അനുകൂല സാഹചര്യം മുതലാക്കാനാകാതെ പോയതും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും UDF ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള പരസ്യ പോർവിളികളായി വരും ദിനങ്ങളിൽ പ്രകടമായേക്കാം. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്ന് പ്രസ്താവിച്ച മുഖ്യമന്ത്രിയുടെ അമിതമായ ആത്മവിശ്വാസത്തിന് തിരിച്ചടി നൽകിയ ജനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നറിയിപ്പ് കൂടി ഈ ജനവിധിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് തീർച്ച. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷത്തിരിക്കുമെന്ന് DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് ശേഷം TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UDFനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായുണ്ടായിട്ടുള്ള ഈ പരാജയം വിലയിരുത്തി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. തൃശൂർ കോർപ്പറേഷനിൽ ഇന്നത്തെ നിലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവിധി മാനിച്ച് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. കൂടുതൽ ഫലപ്രദമായി മാതൃകാ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ UDFും കോൺഗ്രസും ആഗ്രഹിക്കുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. LDFന്റെ പടയോട്ടം, BJPയുടെ അശ്വമേധം. ഇതിനിടയിൽ ചാവേർ പോരാളികളാകാനുള്ള നിയോഗമായിരുന്നു UDFന്റേത്. ജില്ലയുടെ ജനവിധി ഒറ്റനോട്ടത്തിൽ. തൃശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനിൽ 25 സീറ്റ് LDF കരസ്ഥമാക്കിയപ്പോൾ 21 സീറ്റ് മാത്രമേ UDFന് നേടാനായുള്ളൂ. BJP 6 സീറ്റും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 3 സീറ്റും നേടി. ജില്ലാ പഞ്ചായത്തിലെ 29 സീറ്റിൽ 20 LDFും 9 UDFും നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ 16ൽ 13 LDF നേടിയപ്പോൾ 3 മാത്രമാണ് UDFനെ കരസ്ഥമാക്കാനായത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 44 സീറ്റിൽ 22 സീറ്റ് LDF കരസ്ഥമാക്കി.
BJP 16 സീറ്റ് നേടിയപ്പോൾ UDFന് 4 എണ്ണത്തിൽ തൃപ്തരാകേണ്ടി വന്നു. ചാവക്കാട് 32 സീറ്റിൽ 21 LDF കരസ്ഥമാക്കി ഹാട്രിക് തികച്ചു. 11 എണ്ണം മാത്രമാണ് UDFന് നേടാനായത്. പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരിയിൽ 41 സീറ്റിൽ 25 LDFും 15 UDFും 1 BJPയും കരസ്ഥമാക്കി. ചാലക്കുടി നഗരസഭയിലെ 36 സീറ്റിൽ 17 സീറ്റ് LDFും 16 സീറ്റ് UDFും നേടി. BJP 1 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 2 സീറ്റുകൾ കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 41 സീറ്റിൽ 19 സീറ്റുകൾ വീതം UDFും LDFും കരസ്ഥമാക്കി. 3 സീറ്റാണ് BJP നേടിയത്. കുന്നംകുളത്തെ 37 സീറ്റിൽ 15 LDFും 12 UDFും 7 സീറ്റ് BJPയും 3 സീറ്റ് RMPയും കരസ്ഥമാക്കി. ഗുരുവായൂർ നഗരസഭയിലെ 43 സീറ്റിൽ 20 സീറ്റ് LDFും 18 സീറ്റ് UDFും 1 സീറ്റ് BJPയും 4 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നേടി. ഗ്രാമപഞ്ചായത്തിലെ 86 സീറ്റിൽ ഭൂരിഭാഗം സീറ്റുകളും കരസ്ഥമാക്കിക്കൊണ്ട് LDF വിജയക്കുതിപ്പ് പൂർണ്ണമാക്കി. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. താമരശോഭയിൽ സാംസ്കാരിക നഗരി. തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ BJPയുടെ കുതിച്ചുചാട്ടം. ജില്ലയിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. 2010 നടന്ന തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 36 സീറ്റ് മാത്രമേ BJP ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ 104 സീറ്റ് നേടി ഗ്രാമപഞ്ചായത്തിൽ BJP സീറ്റ് ഇരട്ടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് ഇത്തവണ 6 വർദ്ധിച്ചു. കൂടാതെ കോൺഗ്രസിന്റെ മുൻ മേയർ IP പോളിനെ ചെമ്പൂക്കാവിലും CPMന്റെ മേയർ സ്ഥാനാർത്ഥി ഡോക്ടർ ഷീല വിശ്വനാഥിനെ കണ്ണംകുളങ്ങരയിലും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തിയത് കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു. 14 സീറ്റുകളാണ് കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിൽ നേടാനായതെങ്കിൽ ഇത്തവണ 29 സീറ്റായി വർദ്ധിച്ചു. ഇതിൽ ഇരിങ്ങാലക്കുട, ചാലക്കുടി നഗരസഭകൾ BJP സ്ഥാനാർത്ഥികളുടെ വിരൽത്തുമ്പിലാകുമെന്നതും നേട്ടമാണ്. കഴിഞ്ഞ തവണ വിട്ടുകളഞ്ഞ അവണിശ്ശേരി പഞ്ചായത്ത് ഇത്തവണ BJP തൂത്തുവാരി. വല്ലച്ചിറയിൽ ഭരണം പിടിക്കാനായി എല്ലാ ചൂടുകളും ഒരുക്കിയെങ്കിലും 2ാം സ്ഥാനം കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നു. ചാവക്കാട് ഒഴികെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും BJP സാന്നിധ്യം ഉണ്ടെന്നതും കൊടുങ്ങല്ലൂരിൽ ഒറ്റകക്ഷിയായി ഉയർന്നുവന്നതും ഏറെ ചർച്ചയായിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ UDFന്റെയും LDFന്റെയും സിറ്റിംഗ് സീറ്റ് പോലും നേടാൻ BJPക്കായെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. ഇരു മുന്നണികളും ഭാരതീയ ജനതാ പാർട്ടിയെ എല്ലാ മേഖലയിലും അവഹേളിക്കാനും അപമാനിക്കാനും പരിശ്രമം നടത്തി ഭാരതീയ ജനതാ പാർട്ടി ഈ ജില്ലയിൽ കടലാസ പുലിയാണ് എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ശക്തമായിട്ടുള്ള ജനകീയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇതുവരെ കടന്നുവരാതിരുന്ന BJP അവിടെയും താമര വിരിച്ചു. സാംസ്കാരിക നഗരി ഏറെ ചർച്ച ചെയ്തിരുന്ന 3ാം മുന്നണി പ്രഭാവം എടുത്തു പറയാനില്ലെങ്കിൽ പോലും BJPയുടെ ഈ നേട്ടം ഇരു മുന്നണികൾക്കും വെല്ലുവിളിയാണ്. TCV ന്യൂസ്, തൃശൂർ. മൃഗീയ ഭൂരിപക്ഷത്തോടെയും കുത്തക സീറ്റുകളുമായുള്ള മുന്നണി ഭരണത്തിന് താക്കീതായി ജനവിധി. വിമതരും സ്വതന്ത്രരും നിർണായകമാകും. ഇടതും വലതും BJPയും മാത്രമല്ല ചിത്രത്തിൽ തെളിയുന്നത്. വിമത സ്ഥാനാർത്ഥികളായാലും സ്വതന്ത്രരായാലും പൊതുപ്രവർത്തനത്തിന് മുന്നിലാണെങ്കിൽ അവരെ തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് വോട്ടർമാർക്കുള്ളത്. LDF, UDF, BJP നിരയിൽപ്പെടാത്ത 100-നടുത്ത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ വിജയിച്ചത്. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. ഗുരുവായൂരിൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച ശാന്തകുമാരി ടീച്ചർ വിജയിച്ചപ്പോൾ നിർണായക സാന്നിധ്യമാവുകയാണ്. പലയിടത്തും വിമതരും സ്വതന്ത്രരും ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ഘടകവുമായി മാറി. കൊടിയുടെ നിറം മാത്രമല്ല, പ്രവർത്തന മികവും വലിയ ഘടകമാണെന്ന ശക്തമായ മുന്നറിയിപ്പ് മുന്നണികൾക്ക് നൽകുകയാണ് വോട്ടർമാർ. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ജില്ല മുഴുവൻ ഇടതു തരംഗത്തിൽ മുങ്ങിയപ്പോഴും ഇടതിനോട് അകലമിട്ട് 4 പഞ്ചായത്തുകൾ. നിലവിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഇത്. ഇതിൽ 3 പഞ്ചായത്തുകൾ അടുത്തടുത്ത പഞ്ചായത്തുകളാണ്. ദേശമംഗലവും പാഞ്ഞാളും കൊണ്ടാഴിയും. മറ്റൊന്ന് ഒരുമനയൂർ പഞ്ചായത്തും. തിരഞ്ഞെടുപ്പിന് മുമ്പ് 4 പഞ്ചായത്തുകളും ഭരിച്ചിരുന്നത് LDF ആണ്. ദേശമംഗലത്ത് നേരത്തെ LDF 10, UDF 5 എന്നുള്ളത് ഇപ്പോൾ UDF 8, LDF 7 എന്ന നിലയിലായി. കൊണ്ടാഴിയിൽ 1 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചത് ഇപ്പോൾ തുല്യനിലയിലായി. ഒരുമനയൂരിൽ LDF 7, UDF 6 എന്നുണ്ടായിരുന്നത് ഇപ്പോൾ UDF 9, LDF 3 എന്ന നിലയിലായി. പാഞ്ഞാളിൽ LDF 10, UDF 6 എന്നത് പുതിയ ഫലം വന്നപ്പോൾ LDF 7, UDF 7, BJP 2 എന്നതായി കക്ഷിനില. UDFനെ 4-1 ഒതുക്കി ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോഴും ഈ 4 പഞ്ചായത്തുകൾ വരും ദിനങ്ങളിൽ ഇടതുപാളയത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് ഒരു മേഖലയിലുള്ള ദേശമംഗലം, കൊണ്ടാഴി, പാഞ്ഞാൾ പഞ്ചായത്തുകളിൽ മുന്നണി ഒരുപോലെ പുറകോട്ട് പോയതിനു പിറകിൽ തക്കതായ കാരണമുണ്ടാകും എന്ന നിലയിൽ തന്നെയായിരിക്കും വിലയിരുത്തലുണ്ടാവുക. പൊളിറ്റിക്കൽ ഡെസ്ക് TCV.
വാശിയേറിയ മത്സരം നടന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ LDFന് മികച്ച വിജയം. 29 ഡിവിഷനുകളിൽ 20 നേടിയാണ് LDF ഭരണം പിടിച്ചെടുത്തത്. 2010 നേടിയ 12 സീറ്റിൽ നിന്നും 8 കൂടുതൽ LDF ഇത്തവണ കരസ്ഥമാക്കി. 2010 17 സീറ്റ് എന്ന മികച്ച ഭൂരിപക്ഷത്തിൽ നിന്ന് UDF 9 സീറ്റായി ഇപ്രാവശ്യം ചുരുങ്ങി. അതേസമയം തൃപ്രയാർ ഡിവിഷനിൽ CPM നേതാവ് KV പീതാംബരന്റെ പരാജയം LDFന് തിരിച്ചടിയായി. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിനാണ് പീതാംബരനെ തോൽപ്പിച്ചത്. വള്ളത്തോൾ നഗർ, തിരുവില്ലാമല, വാഴാനി, അവണൂർ, പീച്ചി, ആമ്പല്ലൂർ, പുതുക്കാട്, അതിരപ്പിള്ളി, കൊരട്ടി, ആളൂർ, പറപ്പൂക്കര, എറിയാട്, കയ്പമംഗലം, കാട്ടൂർ, ചേർപ്പ്, അമ്മാടം, അന്തിക്കാട്, തളിക്കുളം, മുല്ലശ്ശേരി, ചൂണ്ടൽ എന്നീ ഡിവിഷനുകളാണ് LDF നേടിയത്. വടക്കേക്കാട്, കാട്ടകാമ്പാൽ, എരുമപ്പെട്ടി, ചേലക്കര, പുത്തൂർ, മാള, തൃപ്രയാർ, കടപ്പുറം, അടാട്ട് എന്നീ ഡിവിഷനുകൾ UDFും നേടി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ LDFന് ചരിത്ര വിജയം. മുനിസിപ്പാലിറ്റിയിലെ 41 ഡിവിഷനുകളിൽ 25 പിടിച്ചെടുത്ത LDF മുനിസിപ്പാലിറ്റി ഭരണം കൈപ്പിടിയിലാക്കി. മുണ്ടത്തിക്കോട്, വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ 2 പഞ്ചായത്തുകളും UDF ഭരണത്തിലായിരുന്നു. LDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായ ശിവപ്രിയ സന്തോഷ് 410 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 30 നമ്പർ ഡിവിഷനായ മിണാലൂർ വടക്കാഞ്ചേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസിനെ 412 വോട്ടുകൾക്കാണ് LDFന്റെ K മധു അമ്പലപുരം ഡിവിഷനിൽ പരാജയപ്പെടുത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾക്കുണ്ടായ പാളിച്ചകളും അതേ തുടർന്നുള്ള വിമത ശല്യവുമാണ് UDFന്റെ ഉറച്ച വാർഡുകളിൽ പോലും UDFനെ പരാജയപ്പെടുത്തിയത് എന്നാണ് വിലയിരുത്തുന്നത്. ഇതേ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. ജില്ലയിലെ 7 നഗരസഭകളിൽ 3 LDF ഭരണം കൈവശമാക്കിയപ്പോൾ 4 നഗരസഭകളുടെ ഭരണം ആർക്കെന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ BJPയുടെ നിലപാട് നിർണായകമാകും. കൊടുങ്ങല്ലൂർ, ചാവക്കാട്, വടക്കഞ്ചേരി എന്നിവിടങ്ങളിലാണ് LDF വ്യക്തമായ ആധിപത്യം പുലർത്തിയത്. 2010 വിജയിച്ച കൊടുങ്ങല്ലൂർ, ചാവക്കാട് നഗരസഭകളിൽ ഭരണ തുടർച്ചയുണ്ടായപ്പോൾ പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയിൽ ചരിത്ര വിജയമാണ് LDF നേടിയത്. UDF ഭരിക്കുന്ന വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയിലെ LDF അട്ടിമറി UDFനും വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി CM ബാലകൃഷ്ണനും വലിയ തിരിച്ചടിയായി മാറി. കൊടുങ്ങല്ലൂർ LDF കോട്ടയെന്ന പാരമ്പര്യം ഇത്തവണയും തെറ്റിച്ചില്ല. എന്നാൽ UDFനെ പിന്നിലാക്കി BJP 2ാം സ്ഥാനത്തേക്ക് നടത്തിയ മുന്നേറ്റമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. UDFനെ 4 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ 16 സീറ്റ് നേടി BJP കൊടുങ്ങല്ലൂരിൽ ചരിത്ര വിജയം കുറിച്ചു. SNDP നേതാവും JSS പ്രതിനിധിയുമായ മുൻ MLA ഉമേഷ് ചളിയിൽ CPIയിലേക്ക് മാറിയതടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു. കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ TN പ്രതാപൻ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇവിടെ UDFന് ഗുണം ചെയ്തില്ല. ചാവക്കാട് ഹാട്രിക് വിജയമാണ് LDF കരസ്ഥമാക്കിയത്. ഗ്രൂപ്പ് തർക്കവും ഹനീഫ വധത്തെ തുടർന്നുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഇവിടെ UDFന് തിരിച്ചടിയായി മാറി. കഴിഞ്ഞ തവണ ഭരിച്ച ചാലക്കുടി, ഇരിങ്ങാലക്കുട, കുന്നംകുളം നഗരസഭകൾ UDFനെ കൈയൊഴിയുന്ന കാഴ്ചയാണ് ഇത്തവണ പ്രകടമായത്. കുന്നംകുളത്ത് കഴിഞ്ഞ തവണ BJPയുടെയും ഇടത് ഏകോപന സമിതിയുടെയും പിന്തുണയോടെ UDF ഭരിച്ച സമാനമായ സാഹചര്യം തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചത്. LDFന് മറ്റിടങ്ങളിൽ നേടാനായ ആധിപത്യം കുന്നംകുളത്ത് കൈവരിക്കാനാകാതെ പോയത് CPMനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ മൂലമാണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അതിനാൽ തന്നെ BJPയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും നിലപാടുകൾ ഇവിടെ നിർണായകമായേക്കും. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ഇടവേള. വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി ജയിച്ച പ്രൊഫസർ PK ശാന്തകുമാരിയുടെ നിലപാടിനനുസരിച്ചായിരിക്കും ഇവിടെ ഭരണചക്രം തിരിയുക. ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനാകാതെ ഇരുമുന്നണികളും ആശങ്കയിലാണ്. LDF 21, UDF 20, BJP 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. തുടർച്ചയായി 3 തവണ ഭരണം നിലനിർത്തി വരികയായിരുന്ന LDFനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റത്. കോൺഗ്രസിനെ 2 സീറ്റ് വർദ്ധിപ്പിച്ച് അംഗബലം കൂട്ടാൻ കഴിഞ്ഞു. BJPക്ക് ക്ഷേത്രം വാർഡ് നിലനിർത്താനായതൊഴിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. SNDPയുമായി കൂട്ടുകൂടിയിൽ നിന്ന് പ്രകടമായ നേട്ടം കൈവരിക്കാനായതുമില്ല. LDF ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി 3 സീറ്റിന്റെ കുറവും പ്രകടമായി. LDFന് ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്താനായില്ലെന്നത് കനത്ത പ്രഹരമായെങ്കിലും UDFനും ചില തെരഞ്ഞെടുപ്പ് പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നു.
16-ാം വാർഡിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് ഇതിൽ മുഖ്യം. LDF-ൽ CPM 14, CPI 5, CMP, JDU എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും ലഭിച്ചു. UDF-ൽ കോൺഗ്രസിന് 19, മുസ്ലിം ലീഗിന് 1 സീറ്റുമാണ് ലഭിച്ചത്. നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് വാർഡ് 26 ഇരിങ്ങപ്പുറം ഈസ്റ്റിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി അഭിലാഷ് വിജേന്ദ്രനാണ്. 469 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് 20-ാം വാർഡായ പഞ്ചാരമുക്കിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി ലതാ പ്രേമനാണ്. 1 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥിയെ ഇവർ പരാജയപ്പെടുത്തിയത്. മുൻ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP വിനോദ് എന്നിവരാണ് ജയിച്ചവരിൽ പ്രമുഖർ. നഗരസഭാ ചെയർമാനായിരുന്ന PS ജയനാണ് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ. ഗുരുവായൂരിൽ തൂക്കുസഭയ്ക്കാണ് സാധ്യത തെളിയുന്നത്. 21 സീറ്റ് നേടിയ LDF-ന് ഭരണം ലഭിക്കണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയോ BJPയുടെയോ പിന്തുണ വേണ്ടിവരും. എന്നാൽ BJP LDF-നെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൂട്ടുപിടിക്കുകയേ നിവൃത്തിയുള്ളൂ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനിരയായി വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പ്രൊഫസർ PK ശാന്തകുമാരിയുടെ നിലപാടായിരിക്കും ഭരണം ആര് നടത്തുകയെന്ന് തീരുമാനിക്കാൻ. കോൺഗ്രസിലെ തൊഴുത്തിൽ കൂത്തിൽ മരമെടുത്ത ഇവർ LDF നേതൃത്വത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. 20 സീറ്റ് നേടിയ UDF-ന് ഭരണത്തിലെത്തണമെങ്കിൽ BJPയുടെയും കോൺഗ്രസ് വിമതയായ സ്ഥാനാർത്ഥിയുടെയും പിന്തുണ ലഭിക്കേണ്ടി വരും. വിജയിച്ചവരെല്ലാം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. TCV ഗുരുവായൂർ. കുന്നംകുളം മേഖല ഇടതുപക്ഷത്ത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഇടതിന് അനുകൂലമായപ്പോൾ ജില്ലാ പഞ്ചായത്ത് വലത്തോട്ട് ചാഞ്ഞു. കടവല്ലൂരിൽ ഭരണം LDF നിലനിർത്തി. പോർക്കുളം, കാട്ടാകാമ്പൽ, ചൂണ്ടൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ചൊവ്വന്നൂരിൽ ഭരണം നിലനിർത്തുകയും ചെയ്തു. ചൂണ്ടലിൽ ഇടതുമുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 18 സീറ്റിൽ 16 നേടിയാണ് ഇടതുമുന്നണി ഭരണം തിരിച്ചുപിടിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് VK സുനിൽകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പോൾ T തുടങ്ങിയവർ പ്രമുഖർ പരാജയപ്പെട്ടു. കടവല്ലൂരിൽ ഇടതുകോട്ടകളിൽ ആക്രമിച്ചു കയറിയ UDF-ന് കപ്പിനും ചുണ്ടലിമിടയിലെന്ന പോലെയാണ് ഭരണം നഷ്ടമായത്. 4 സീറ്റുകളിൽ ഇടത് ജയം ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, കൊച്ചനീൻ എന്നിവരുടെ പരാജയം വിജയത്തിലും LDF ക്യാമ്പിൽ നിരാശയുണ്ടാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുണ്ടായിരുന്ന UDF 3 സീറ്റുകൾ അധികം നേടി. MLA ബാബു M. പാലിശ്ശേരി, മുൻ ഏരിയ സെക്രട്ടറി ബാലാജി എന്നിവരുടെ തട്ടകത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വലിയ ഭൂരിപക്ഷം LDF പാളയത്തിൽ തീർത്തും മംഗലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. മേഖലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് വാർഡുകളിലും വിജയിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുണ്ടായ തോൽവിയും കടവല്ലൂരിലെ LDF നേതൃത്വത്തിന് തലവേദനയാകും. 20-ൽ 13 സീറ്റുകൾ നേടി ഇടതുമുന്നണി ഭരണം നിലനിർത്തിയെങ്കിലും വിജയത്തിളക്കത്തിൽ പെരുമ്പിലാവിലെ UDF സ്വതന്ത്രനായി മത്സരിച്ച റിജിലിന്റെ വിജയം LDF-ന് കനത്ത ആഘാതമുണ്ടാക്കുക എന്നതിൽ സംശയമില്ല. കാട്ടാകാമ്പായിൽ മുസ്ലിം ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ച UDF-ന് കനത്ത പ്രഹരമാണ് ലഭിച്ചത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലത്തീഫ് ഉൾപ്പെടെ പ്രമുഖർ തോൽവറിഞ്ഞതോടെ 16-ൽ 12 സീറ്റുകൾ നേടി ഇടതുമുന്നണി ഭരണം പിടിച്ചെടുത്തു. മുസ്ലിം ലീഗ് മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ ഇവിടെ പരാജയമറിഞ്ഞു. പോർക്കുളത്ത് 13-ൽ 7 സീറ്റുകൾ നേടി LDF പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ ചൊവ്വന്നൂരിൽ 13-ൽ 8 ഇടത് സ്വന്തമാക്കി ഭരണം നിലനിർത്തി. ഇവിടെ സിറ്റിംഗ് സീറ്റ് BJPക്ക് നഷ്ടമായപ്പോൾ SDPI 1 സീറ്റ് നിലനിർത്തി. UDF-ന് 4 സീറ്റുകളാണ് ലഭിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കടവല്ലൂരിൽ UDF-ന് ഭരണം ലഭിച്ചില്ലെങ്കിലും മികച്ച നേട്ടമുണ്ടാക്കാനായപ്പോൾ മറ്റു പഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും അവസാന നിമിഷം വരെ പരിഹരിക്കാനായില്ലെന്നതാണ് പരാജയകാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. TCV കുന്നംകുളം. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷമില്ല. നിർണായക ശക്തിയായി BJP മാറി. 41 വാർഡുകളുള്ള നഗരസഭയിൽ UDF-ന് 19ഉം LDF-ന് 19ഉം എന്ന നിലയിലാണ്. BJPക്ക് 3 സീറ്റും നേടാനായി. CPM സ്വതന്ത്ര അടക്കം 15 സീറ്റ് നേടിയപ്പോൾ CPI 4 സീറ്റ് നേടി. കോൺഗ്രസ് ഘടകകക്ഷികൾ അടക്കമാണ് 19 സീറ്റ് നേടിയത്. UDF-ലെ പല പ്രമുഖരും പരാജയമറിഞ്ഞു. മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ BV അബ്ദുൽ കരീം, ബെൻസി ഡേവിഡ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും നഗരസഭാ വൈസ് ചെയർമാനുമായ ആന്റോ പെരുമ്പുള്ളി 5ാം തവണയും കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച K. വേണുഗോപാലൻ, കോൺഗ്രസ് നേതാവ് ലോറൻസ് ചുമ്മാർ തുടങ്ങിയവർ പരാജയമറിഞ്ഞു. LDF-ന് നഗരത്തിൽ സീറ്റ് കുറവായിരുന്നുവെങ്കിലും പൊറത്തിശ്ശേരി മേഖലയിൽ വിജയം നേടാനായി. ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാത്തത് നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയുണ്ടാക്കും. ഇരു മുന്നണികൾക്കും പിന്തുണ നൽകാതെ BJP നിലകൊള്ളാനാണ് സാധ്യത. TCV ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം നഷ്ടവും പഴിയും കോൺഗ്രസിന്. ഏറ്റവുമധികം സീറ്റ് നഷ്ടമായ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ പഴി ചുമക്കേണ്ടതായി വന്നു. കൊടുങ്ങല്ലൂരിൽ LDF-ഉം BJPയും തങ്ങളുടെ എതിരാളികളുടെ മുന്നേറ്റത്തിന് പഴി പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെയായിരുന്നു. കോൺഗ്രസ് വോട്ട് മറിച്ചുവെന്നായിരുന്നു ഇരുവിഭാഗവും ആരോപണമുന്നയിച്ചത്. 24 സീറ്റ് നേടി LDF ഭരണം നിലനിർത്തി. 16 സീറ്റ് ലഭിച്ച BJP നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു. കോൺഗ്രസ് 4 സീറ്റിലൊതുങ്ങി. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJP ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 6 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP അത് 16 ഉയർത്തി.
LDFിനാകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റ് കുറഞ്ഞു. ഏറ്റവും കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് UDF ആണ്. മത്സരിച്ച 43 സീറ്റുകളിൽ 4 മാത്രമാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പലയിടത്തും UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷ നേതാവും ഇവിടെ പരാജയപ്പെട്ടു. ചെയർപേഴ്സൺ KB മഹേശ്വരി സ്വന്തം വാർഡിൽ BJPയിലെ IL ബൈജുവിനോടാണ് പരാജയപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ LDFിന്റെ ശക്തി കേന്ദ്രമായ പടന്നയിൽ CPIയിലെ KM രതീഷിനോട് പരാജയപ്പെട്ടു. നഗരസഭയിലെ സീനിയർ കൌൺസിലറായിരുന്ന MK മാലിക് വിയത്തുകുളം വാർഡിൽ CPIയിലെ സിറ്റിംഗ് കൌൺസിലർ CK രാമനാഥനോട് പരാജയം ഏറ്റുവാങ്ങി. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFിന് വ്യക്തമായ ആധിപത്യം. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 നേടി LDF വൻ വിജയം നേടി. പഴയന്നൂർ, ചേർപ്പ്, വടക്കാഞ്ചേരി, മുല്ലശ്ശേരി, തളിക്കുളം, മതിലകം, അന്തിക്കാട്, ചൊവ്വന്നൂർ, ഒല്ലൂക്കര, കൊടകര, ഇരിങ്ങാലക്കുട, വെള്ളാങ്കല്ലൂർ, ചാലക്കുടി എന്നിവയാണ് LDF നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ. പലയിടത്തും LDF ഭരണം നിലനിർത്തിയപ്പോൾ ചിലത് UDFിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു. വ്യക്തമായ ലീഡോടെയാണ് LDF ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തിലും വിജയിച്ചത്. ചാവക്കാട്, പുഴയ്ക്കൽ, മാള എന്നിവയാണ് UDF നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ. മാളയിലും പുഴയ്ക്കലും 1 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് UDF ഭരണം നേടിയിട്ടുള്ളത്. എന്നാൽ ചാവക്കാടിൽ 13 സീറ്റിൽ 10 നേടി UDFിന് മികച്ച പ്രകടനം നടത്താനായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവെച്ച് BJP അധികാരത്തിലേക്ക്. 14 വാർഡുകളുള്ള അവണിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ UDF ആണ് ഭരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 7 സീറ്റ് നേടി അധികാരം നേടിയ BJP UDFിനെ 4 സീറ്റിൽ ഒതുക്കുകയായിരുന്നു. 3 സീറ്റ് നേടിയ LDF 3ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നേടിയ BJP ഇത്തവണ 7 സീറ്റാണ് നേടിയത്. പഞ്ചായത്തിലെ 1, 2, 6, 9, 10, 11, 12 എന്നീ വാർഡുകളിലാണ് BJP വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അധികാരം കൈപ്പിടിയിലൊതുക്കിയത്. പഞ്ചായത്തിൽ ഇത്തവണ അധ്യക്ഷ സ്ഥാനം വനിതയ്ക്കാണ്. UDF ഭരണം നടത്തിയിരുന്ന വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡിൽ LDF 11 സീറ്റും UDF 6 സീറ്റും കരസ്ഥമാക്കി. തോളൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 13 സീറ്റിൽ LDF 7 സീറ്റും UDF 6 സീറ്റും കരസ്ഥമാക്കി. 10 വർഷങ്ങൾക്ക് ശേഷം തോളൂരിൽ LDF ഭരണം തിരിച്ചുപിടിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തളിക്കുളം ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിൽ LDF വ്യക്തമായ മേൽക്കൈ നേടുമ്പോഴും നാട്ടികയിൽ തിളക്കമാർന്ന ജയത്തോടെ UDF ഭരണം നിലനിർത്തി. 16ൽ 9 സീറ്റുകളും നേടി LDF ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് നിലനിർത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 20ൽ 15 സീറ്റുകളും നേടിയാണ് LDF വീണ്ടും അധികാരത്തിലേറിയത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡുകളിൽ 13ലും വിജയിച്ച LDF UDFിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ LDF മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചെടുത്തു. ആകെയുള്ള 18 വാർഡിൽ 12 വാർഡുകൾ നേടിയാണ് LDF അട്ടിമറി വിജയം കാഴ്ചവെച്ചത്. UDF 6 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണ UDF 12 സീറ്റ് നേടിയിരുന്നു. LDFിന് 6 സീറ്റുകളായിരുന്നു. എന്നാൽ ഇത്തവണ നേരെ തിരിച്ചാവുകയായിരുന്നു. കാലങ്ങളായി പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്നത് UDF ആണ്. ശക്തമായ മത്സരമാണ് ഇത്തവണ LDF കാഴ്ചവെച്ചതെന്ന് ഫലപ്രഖ്യാപനം തെളിയിക്കുന്നു. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ വലിയൊരു വിഭാഗം LDFുമായി ധാരണയായതാണ് UDFിന് തിരിച്ചടിയായത്. കഴിഞ്ഞ ഭരണസമിതിയിലെ 2ാം വാർഡിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് UDFുമായി ധാരണയില്ലാതെ മത്സരിച്ചിരുന്നു. ഇതിനുശേഷം കോൺഗ്രസും ലീഗും തമ്മിൽ അകന്നു കഴിയുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ UDFുമായി ധാരണ വേണ്ട എന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ലീഗ് LDF പിന്തുണയോടെ ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് പഞ്ചായത്തിലെ 10 വാർഡുകളിൽ മത്സരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ലീഗ് സംസ്ഥാന കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ മത്സരിച്ച 10ാം വാർഡിൽ ലീഗ് വിമത സ്ഥാനാർത്ഥിയായ ജലീൽ ആദൂർ വിജയിച്ചു. എന്നാൽ 2ാം വാർഡിൽ ലീഗ് വിമത സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അതേസമയം UDF ധാരണ പ്രകാരം പഞ്ചായത്തിലെ 18ാം വാർഡിൽ മത്സരിച്ച ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥി MS ബഷീർ പരാജയപ്പെടുകയും ചെയ്തു. അന്തിക്കാട് മേഖലയിലെ LDF ആധിപത്യം തകർക്കാൻ UDFിനായില്ല. മികച്ച വിജയം നേടി ഇടതുപക്ഷം ആഹ്ലാദം പങ്കിട്ടു. മണലൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. LDFിന്റെ സിറ്റിംഗ് സീറ്റായ 3ാം വാർഡ് അട്ടിമറിയിലൂടെയാണ് BJP നേടിയത്. മണലൂർ പഞ്ചായത്തിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് BJP പ്രവർത്തകർ. 19 വാർഡുകളുള്ള മണലൂർ പഞ്ചായത്തിൽ LDF 11, UDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. അരിമ്പൂർ പഞ്ചായത്തിൽ LDF കനത്ത മുന്നേറ്റം നടത്തി. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 14 സീറ്റും LDF നേടിയപ്പോൾ UDFിന്റെ പല സിറ്റിംഗ് മെമ്പർമാരും പരാജയപ്പെട്ടു.
ഇവിടെ UDFന് 2 സീറ്റ് മാത്രം ലഭിച്ചപ്പോൾ വിമത UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പ്രസീദ് വിജയിച്ചത് ഏറെ ശ്രദ്ധേയമായി. 18 വാർഡുകളുള്ള ചാഴൂർ പഞ്ചായത്തിൽ LDF മുന്നേറ്റത്തിലൂടെ UDFന്റെ 4 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. എന്നാൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ പുള്ള് 4-ാം വാർഡ് പ്രദേശം UDF സ്ഥാനാർത്ഥി കെ പരമേശ്വരൻ നായർ നേടി. 18-ൽ 15 LDF നേടി. 13 ഡിവിഷനുകളുള്ള അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 12 ഡിവിഷനിലും LDF വിജയിച്ചു. UDFന് 1 സീറ്റ് മാത്രം. കഴിഞ്ഞ തവണ 3 സീറ്റ് ലഭിച്ച UDFന് ഇക്കുറി മാങ്ങാട്ടുകര ഡിവിഷൻ മാത്രമാണ് ലഭിച്ചത്. അന്തിക്കാട് പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13 സീറ്റ് LDF നേടി. UDFന് 2 സീറ്റ് മാത്രം ലഭിച്ചു. നിലവിലും 13 സീറ്റ് നേടിയാണ് LDF പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. 18 വാർഡുകളുള്ള താന്യം പഞ്ചായത്തിൽ 16ലും LDF തരംഗം സൃഷ്ടിച്ചു. താന്യം പഞ്ചായത്തിലെ വികസനത്തിന് ലഭിച്ച തുടർ ഭരണമാണ് ജനങ്ങൾ നൽകിയത് എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ മറുപടി. ചേർപ്പ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ടിനെ വിജിലൻസ് പിടികൂടി. ജൂനിയർ സൂപ്രണ്ട് വേണുഗോപാലിനെയാണ് 50,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസ് ഡിവൈഎസ്പി രാമചന്ദ്രൻ പിടികൂടിയത്. പ്രദീപ് കുമാർ എന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ്. ഊരകം ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികൾക്ക് നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് കോൺഗ്രസ് CPM സംഘർഷം. സംഘടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പ്രവർത്തകനായ ഭാസ്കരനാണ് പരിക്കേറ്റത്. പഞ്ചായത്തിലെ 18-ാം വാർഡിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി NK കബീറിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് CPM പ്രവർത്തകർ കടന്നുകയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. എരുമപ്പെട്ടി SI D ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ചേലക്കരയിലും കൊണ്ടാഴിയിലും ആഹ്ലാദ പ്രകടനത്തിനിടയിൽ സംഘർഷം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ആസിയ ഇസ്മയിലിന്റെ ആഹ്ലാദ പ്രകടനം നാട്ടിൻചിറയിലെ ഹരിജൻ കോളനിയിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശ്രീജയുടെ ആഹ്ലാദ പ്രകടനത്തിന് ഇടയിൽ മായനൂർ ചിറങ്കരയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിന് ഇടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ചേലക്കര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ആസിയ ഇസ്മയിലിനെ ചേലക്കരയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇരുസ്ഥലത്തും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിജു പാവർട്ടിയെ CPM പ്രവർത്തകർ ആക്രമിച്ചു. പരിക്കേറ്റ സിജുവിനെ പാവർട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവർട്ടി പഞ്ചായത്ത് 3-ാം വാർഡിലെ തോറ്റ സ്ഥാനാർത്ഥിയുടെ മകനാണ് സിജു. മുറ്റിച്ചൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മാട്ടുമൽ ജ്യോതി ഖാദർ റോഡിന് പടിഞ്ഞാറ് പണിക്കവീട്ടിൽ കബീറിന്റെ ഓലകൊണ്ടും തകര ഷീറ്റുകൊണ്ടും മേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. റേഷൻ കാർഡ് ഒഴികെ സ്കൂട്ടർ അടക്കം എല്ലാം കത്തിനശിച്ചു. വലിയ ശബ്ദത്തിൽ അഗ്നിഗോളം ഉയർന്നാണ് സ്ഫോടനം നടന്നത്. ഗ്യാസ് സിലിണ്ടറിന്റെ കഷ്ണങ്ങൾ 300 മീറ്റർ മാറി രായമരക്കാർ ആമിനയുടെ പറമ്പിൽ നിന്നും പുഴവക്കത്തു നിന്നും കണ്ടെടുത്തു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന LDF പ്രവർത്തകരും ചേർന്നാണ് തീ കെടുത്താൻ ശ്രമം നടത്തിയത്. കബീർ പാചകത്തൊഴിലാളിയാണ്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. അന്തിക്കാട് പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ 7 വാർഡുകളിൽ UDFും 6 വാർഡുകളിൽ LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. പഴയന്നൂർ പഞ്ചായത്തിൽ 22 വാർഡുകളിൽ 13 വാർഡുകൾ LDF നേടി. UDF 8 വാർഡുകൾ നേടിയപ്പോൾ 1 വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം. മൊത്തമുള്ള 22 വാർഡുകളിൽ 11 വീതം UDFും LDFും നേടിയെടുത്തു. BJPക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കാനായില്ല. കഴിഞ്ഞ തവണ UDFനായിരുന്നു ഭരണം. തൃത്തല്ലൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി പുനില്ലത്ത് നാസറിന്റെ മകൻ 21 വയസ്സുള്ള ഹാഷിറാണ് മരിച്ചത്. തൃത്തല്ലൂർ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. ഹാഷിർ സഞ്ചരിച്ച ബൈക്ക് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ച് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ആശുപത്രിയിൽ ഉടൻ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ഏകാദശി വിളക്കിലെ ആചാര്യ പ്രാധാന്യമുള്ള തന്ത്രി വിളക്ക് ഭക്തിസാന്ദ്രമായി. ഇടയ്ക്കകൊട്ടി പ്രദക്ഷിണത്തിന് പ്രാധാന്യം നൽകുന്ന ഏക വിളക്കാണ് ഇത്. തുടർച്ചയായ 17 വർഷമായി തന്ത്രി ചേന്നാസ് ദിനേശ നമ്പൂതിരിപ്പാടിന്റെ വകയായാണ് ഈ വിളക്ക് ആഘോഷിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന ഊഴക്കാരന് വിളക്ക് നടത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ദിനേശ നമ്പൂതിരിപ്പാട് വിളക്ക് ഏറ്റെടുത്തത്.
തന്ത്രി കുടുംബത്തിന്റെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. രാത്രി വിളക്ക് ആചാരത്തിലാണ് ഇടയ്ക്കകുട്ടി പ്രദക്ഷിണം. 6 ഇടയ്ക്കകളും 5 നാഗസ്വരങ്ങളുമായി 3 മണിക്കൂറാണ് വിസ്തരിച്ച ഇടയ്ക്കകുട്ടി പ്രദക്ഷിണം. തുടർന്ന് നാഗസ്വര കച്ചേരിയും തായമ്പകയും അരങ്ങേറി. 3 നേരങ്ങളിലായി കാഴ്ചശീവേലിയും ഉണ്ടായിരുന്നു. ഗജരത്നം പത്മനാഭൻ കോലമേറ്റി. മേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകി. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി തന്ത്രിമഠത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 16ാം ദിവസമായ ഞായറാഴ്ച ET സോമസുന്ദരന്റെ വകയായുള്ള വിളക്കാഘോഷമാണ്. ഗ്രാമപഞ്ചായത്തുകളിലെ ഇടത് തരംഗം കോൺഗ്രസിന് തിരിച്ചടിയായി. 4 നഗരസഭകളിൽ ഭരണം തുലാസിൽ. സംസ്ഥാനത്ത് അലയടിച്ച ഇടതു തരംഗത്തിൽ ജില്ല ചുവന്നു. UDFന്റെ കുത്തക വാർഡുകളിൽ ഇടതിന്റെ പടയോട്ടം. കോർപ്പറേഷനിൽ LDF മികച്ച നേട്ടം നേടിയെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ഭരണപക്ഷമായിരുന്ന UDFന് നിലവിലുള്ളതിന്റെ പകുതി സീറ്റ് പോലും നേടാനായില്ല. ജില്ലയിൽ BJPക്ക് കുതിച്ചുചാട്ടം. അവണിശ്ശേരി പഞ്ചായത്ത് BJP ഭരിക്കും. കുത്തക സീറ്റുകളുമായുള്ള മുന്നണി ഭരണത്തിന് താക്കീതായി ജനവിധി. വാശിയേറിയ മത്സരം നടന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ LDFന് മികച്ച വിജയം. 29 ഡിവിഷനുകളിൽ 20 നേടി LDF ഭരണം പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.